നല്ല മഴയൊക്കെയുള്ള ദിവസങ്ങളിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. തലേ ദിവസം കുതിർത്ത് വെച്ച പച്ചരിയും ചാക്കരി എന്ന് പറഞ്ഞാൽ റേഷനരിയാണ് കേട്ടോ. ഇതിലൊരു 8 അച്ച് ശർക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തലേ ദിവസം കുതിർത്ത് വെച്ചതുകൊണ്ടാണ് അരി ഇങ്ങനെ ചീർത്തിരിക്കണേ. അത് കഴുകി വാരി ആ ശർക്കരപ്പാവ് ഉണ്ടാക്കി നമ്മൾ അരച്ചെടുക്കണം. അതായത് നല്ല പോലെ അരക്കേണ്ട, തരിയായിട്ട് വേണം അരയ്ക്കാൻ. ശർക്കരപ്പാവ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഈ ഒരു ശർക്കരപ്പാവ് മാത്രം ചേർത്താണ് നമ്മൾ ഈ മാവ് അരച്ചെടുക്കുന്നത്. അരച്ചെടുത്ത മാവിലേക്ക് ഇടാനായിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് വേണം, എള്ള് വേണം, ഏലക്ക വേണം. ഈ 3 എണ്ണം മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ. ചട്ടി ചൂടായതിന് ശേഷം എള്ളിട്ട് എള്ളൊന്ന് പൊട്ടി വരുമ്പോൾ അത് നമുക്ക് കോരി വയ്ക്കാം. അതിന് ശേഷം ആ ചട്ടിയിലോട്ട് കുറച്ച് എണ്ണയും നെയ്യും കൂടെ ചേർത്ത് തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. ബ്രൗൺ കളറാവുമ്പോഴത്തേന് നമുക്ക് ഏലക്ക പൊടിച്ചെടുക്കാം. ഏലക്ക നല്ല ഒരു 6 ഏലക്ക എടുത്ത് കുരു മാത്രം എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ചുവന്ന കളറാവുമ്പോഴത്തേന് നമുക്ക് തേങ്ങാക്കൊത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ച മാവിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കണം. ഈ ഒരളവാട്ടോ തേങ്ങാക്കൊത്തിൻ്റെ. ഇപ്പം നമുക്ക് കോരിയെടുക്കാൻ പറ്റും. ബേക്കിംഗ് സോഡ ഒരു കുറച്ച് എടുത്തിട്ട് അതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി വയ്ക്കണം. നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ ഈ വറുത്ത് കോരിയ തേങ്ങാക്കൊത്തും എള്ളും ഏലക്കയും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി വെക്കണം കേട്ടോ. ഇളക്കി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു അളവിലായിരിക്കണേ. ഒരുപാട് വെള്ളമായി പോകരുത്. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് ഇളക്കി ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാൻ കഴിയും. ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട. നമ്മൾ പുതിയ കാറുവളപ്പച്ചട്ടി ആയതുകൊണ്ട് അടി പിടിക്കാതിരിക്കാൻ തലേ ദിവസം തന്നെ എണ്ണയും നെയ്യും ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തീയൊന്നും ഒരുപാട് കത്തിക്കരുത്, പാകത്തിന് വെച്ചാൽ മതി. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാവെടുത്ത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും കേട്ടോ. തവിയിൽ ഒഴിക്കുന്നതിനെക്കാട്ടിലൊക്കെ നന്നായിട്ട്. മാവ് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തോട്ട് ഒരു കുറച്ച് ആ കുഴിയിൽ ഒരു അരക്കുഴി മാവ് മതി കേട്ടോ. ആദ്യം ഞങ്ങൾ ഒഴിച്ചപ്പോൾ കൂടിപ്പോയി, കൊളായി പോയായിരുന്നു. അതുകൊണ്ട് ആ കുഴിക്ക് ഒരു അരക്കുഴി മാവ് ഒഴിച്ചാൽ മതി. മാവ് ഒഴിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം ഒഴിച്ച അപ്പം നമുക്ക് തിരിച്ചിടാനാവും കേട്ടോ. തിരിച്ചിട്ട് ഇങ്ങനെ വരും. ഒന്നൊരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് നമുക്ക് വെന്ത് കിട്ടും. മാവ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊരു അരക്കുഴി ഒഴിക്കാവുള്ളൂ. കാരണം വേവത്തില്ല, പിന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഞങ്ങൾ ആദ്യം 2 തവണ ഉണ്ടാക്കിയപ്പോഴത്തേനും കൊളായി പോയായിരുന്നു. പിന്നെ 3ാമത്തെ ട്രിപ്പിലാണ് ശരിയായത്. എന്നിട്ട് ഇത് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അത് വെന്തോ നോക്കാൻ വേണ്ടി കമ്പി വെച്ച് കുത്തി കഴിയുമ്പോൾ നമുക്കറിയാം മാവ് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേനും തിരിച്ചിട്ട് കഴിഞ്ഞൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കത് വാങ്ങി വെക്കാനാവും കേട്ടോ. ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഏകദേശം അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് വാങ്ങി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി പിറ്റത്തെ ദിവസമാണ് വീഡിയോ ഇടുന്നത്. ഒരു ദിവസം കഴിഞ്ഞിട്ടും അതിനൊരു സോഫ്റ്റ്നെസ്സിനോ ടേസ്റ്റിനോ ഒരു മാറ്റമില്ല. നമ്മൾ ചോറ് അരച്ചിട്ടില്ല, പഴം അരച്ചിട്ടില്ല. ചിലർ അവലൊക്കെ നനച്ചരയ്ക്കുക, അവലൊന്നും അരച്ചിട്ടില്ല. നല്ല മയമുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.